നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ പിഒ അഷ്ടമിച്ചിറ ചാലക്കുടി. തീരദേശത്തെ ആദ്യത്തെ മാതൃക ശലഭോദ്യാനം ഒരുക്കി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത്. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ശലഭോദ്യാനം ഒരുക്കിയിരിക്കുന്നത്. വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങളുമായി കുടുംബശ്രീയുടെ വെജിറ്റബിൾ കിയോസ്ക് എടവിലങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചത് നേച്ചർ ഫ്രഷ് എന്ന പേരിൽ. നിലവ് പദ്ധതിയുടെ ഭാഗമായി അന്നമനട പഞ്ചായത്തിൽ ഡിമൻഷ്യ ബോധവൽക്കരണ ക്ലാസുകളും ക്ലിനിക്കുകളും സംഘടിപ്പിച്ചു. പദ്ധതി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. തീരദേശത്തെ ആദ്യത്തെ മാതൃക ശലഭോദ്യാനം ഒരുക്കി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത്. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ശലഭോദ്യാനം ഒരുക്കിയിരിക്കുന്നത്. എടത്തിരുത്തി കൃഷി ഓഫീസർ ഡോക്ടർ PC സജനയാണ് നിർവഹണ ഉദ്യോഗസ്ഥ. ജൈവവൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെയും നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശലഭോദ്യാനം നിർമ്മിച്ചിരിക്കുന്നത്. എടത്തിരുത്തി കൃഷി ഓഫീസർ ഡോക്ടർ PC സജന നിർവഹണ ഉദ്യോഗസ്ഥയായ ശലഭോദ്യാനം പദ്ധതി മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സജ്ജമാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR നിഖിൽ, MS നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നൌമി പ്രസാദ്, VS ജിനേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, PA ഷമീർ, സജീഷ് സത്യൻ, ഷിനി സതീഷ്, ഹേന രമേശ്, ഷൈജ ഷാനവാസ്, AV ഗിരിജ, KS അനിൽകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി T ബിനോയ്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങളുമായി കുടുംബശ്രീയുടെ വെജിറ്റബിൾ കിയോസ്ക് എടവിലങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചു. കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നേച്ചർ ഫ്രഷ് എന്ന പേരിലാണ് എടവിലങ്ങ് സെന്ററിൽ വെജിറ്റബിൾ കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ കവിത പദ്ധതി വിശദീകരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR കൈലാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന ജലീൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ, കുടുംബശ്രീ CPM ദീപ, പഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ റീന ആന്റണി, വൈസ് ചെയർപേഴ്സൺ ജയ മനോജ്, സെക്രട്ടറി K മിനി എന്നിവർ സംസാരിച്ചു. കൊരട്ടിയിൽ കേന്ദ്ര സർക്കാരിന്റെ സെക്യൂരിറ്റി പ്രസ് പറമ്പിലും ദേശീയപാതയോരത്തെ മാലിന്യ കൂമ്പാരത്തിനും 2 വട്ടം തീപിടിച്ചു. സെക്യൂരിറ്റി പ്രസിന്റെ മെയിൻ ഗേറ്റിന് സമീപത്തായി റോഡരികിൽ ആളുകൾ കൊണ്ടുവന്നിടുന്ന മാലിന്യത്തിനാണ് ആദ്യം തീപിടിച്ചത്. അവിടെ നിന്നും പ്രസിന്റെ പറമ്പിലെ അടിക്കാടുകൾക്കും തീപിടിക്കുകയായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ നേരത്തെ കഠിന പരിശ്രമത്തിന് ശേഷമാണ് ചാലക്കുടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സിന് തീ അണയ്ക്കുവാൻ സാധിച്ചത്. ഒരു തവണ തീ അണച്ചു പോന്ന ശേഷം വീണ്ടും പുകഞ്ഞ് തീപിടിച്ചതും ഫയർഫോഴ്സ് എത്തി അണയ്ക്കുകയായിരുന്നു. ഇനിയും തീപിടിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. സേനാംഗങ്ങളായ PS സന്തോഷ് കുമാർ, PK അജിത് കുമാർ, രോഹിത് K ഉത്തമൻ, നിഖിൽ കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് 2 തവണയും തീ അണച്ചത്. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നിലവ് പദ്ധതിയുടെ ഭാഗമായി ഡിമൻഷ്യ ബോധവൽക്കരണ ക്ലാസുകളും ക്ലിനിക്കുകളും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ, പ്രത്യേകിച്ച് മുതിർന്നവരുടെ ആരോഗ്യ മേഖലയിൽ, അവരുടെ സാമൂഹ്യ ക്ഷേമ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അതിനപ്പുറത്ത് നിന്ന് അവരുടെ ഒരു കൂട്ടായ്മയിലൂടെ അവർക്ക് ആവശ്യമായ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനമടക്കം നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച മാതൃകാ പദ്ധതികൾ നടപ്പാക്കുന്ന ഗ്രാമപഞ്ചായത്തിനുള്ള YF സേവന അവാർഡ് കൂടി നേടിയ ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ആ പഞ്ചായത്ത് 2013 ആരംഭിച്ച വയോജന ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിനകത്ത് പരിഗണിക്കപ്പെടേണ്ടവരാണ് മുതിർന്ന പൗരന്മാരെന്ന ഒരു ചിന്താഗതി നമ്മുടെ നാടിനകത്തുള്ളപ്പോൾ
വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടി.കെ. സതീശൻ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ രേഖ ക്ലാസുകൾ നയിച്ചു. ഡോക്ടർ അഖില ഫർസാന സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ.എ. ബൈജു, മഞ്ജു സതീശൻ, സ്നേഹദീപം വയോജന ക്ലബ് പ്രസിഡന്റ് പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. പുലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ അഗ്രികൾച്ചറൽ ക്ലബിന്റെ ഗ്രീൻ ഹൌസ് ഉദ്ഘാടനം നടന്നു. SN മിഷൻ സെക്രട്ടറിയും മാനേജറുമായ ദീപക് സത്യപാലൻ പച്ചക്കറി തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. SN മിഷൻ വൈസ് ചെയർമാൻ ES രാജൻ അധ്യക്ഷനായി. K. സിദ്ധാർത്ഥൻ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വിദ്യാർത്ഥി പ്രതിനിധി ഭദ്ര, M. സുമൽ, അഗ്രികൾച്ചറൽ ക്ലബ് കോർഡിനേറ്റർ ഭാഗ്യ, TG ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മാസ്റ്റർ റോജിൽ ടോം പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് അഗ്രികൾച്ചറൽ ക്ലബ് അംഗങ്ങളായ ആര്യ ഷൈൻ, പൃഥ്വിദേവ്, PD ദേവപ്രിയ എന്നിവരുടെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ നട്ടു. കിഴക്കേപ്രം ശ്രീ പാലാരി ഭഗവതിയുടെ തിരുവുത്സവത്തിന് കൊടിയേറി. തൃക്കൊടിയേറ്റിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ഫെബ്രുവരി 29 വരെയാണ് ഉത്സവാഘോഷങ്ങൾ. ബുധനാഴ്ച 3 ഗജവീരന്മാർ അണിനിരക്കുന്ന വലിയ വിളക്ക്, നാദസ്വരം, ചെണ്ടമേളം എന്നിവ നടക്കും. വ്യാഴാഴ്ച ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തീരദേശത്തെ ആദ്യത്തെ മാതൃക ശലഭോദ്യാനം ഒരുക്കി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത്. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ശലഭോദ്യാനം ഒരുക്കിയിരിക്കുന്നത്. വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങളുമായി കുടുംബശ്രീയുടെ വെജിറ്റബിൾ കിയോസ്ക് എടവിലങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനം ആരംഭിച്ചത് നേച്ചർ ഫ്രഷ് എന്ന പേരിൽ. നിരവ പദ്ധതിയുടെ ഭാഗമായി അന്നമനട പഞ്ചായത്തിൽ ഡിമൻഷ്യ ബോധവൽക്കരണ ക്ലാസുകളും ക്ലിനിക്കുകളും സംഘടിപ്പിച്ചു. പദ്ധതി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.